ഹലോ ജോണ് പിന്നെ ഇതോട് പറഞ്ഞാൽ ഫ്രീ ഫയർ കളിച്ചാണ്. ഓക്കെ, ഞാൻ നല്ലൊരു മൂഡിലല്ല ഗൈസ്. നമ്മളെ എൻ്റെ എനിക്കൊരു കൂട്ടുകാരുണ്ട്. എന്താ വെച്ചാൽ എന്നെ കാണിച്ചു തരാം എത്തിയേ. അവന് അവൻ്റെ ഗിൽഡിൻ്റെ ലീഡറാണ്. ഓക്കെ, പാർട്ടെക്സ് ആയിട്ട് ഗിൽഡിൻ്റെ ലീഡറാണ് അവൻ. എവൻ എവനായിരുന്നു ഒരു പണ്ടത്തെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ. ഓക്കെ, അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയായിരിക്കാം ചിലപ്പോൾ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ്റെ ടീം ആയിരുന്നു. ഇപ്പം അല്ലെന്നാണ് തോന്നുന്നത്, എനിക്കറിയത്തില്ല. ഒരു സാറോ എന്ന് പറഞ്ഞ ഒരുത്തൻ. എന്നത്തെ അവൻ്റെ പേര് എഫ് കോഡ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. കാരണം ഞാൻ പണ്ട് അവൻ്റെ അക്കൗണ്ടാണ് കളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അവൻ്റെ കൂടെ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പണ്ടത്തെ ചാനലിൽ. നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു എഫ് കോഡ് നല്ല വില്ലൻ പറഞ്ഞ അക്കൗണ്ടിൽ കളിക്കുന്നില്ല, അവൻ്റെ അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ ലീഡർ അവൻ്റെ റോക്സാഡായിട്ട് പ്രശ്നമായി. അപ്പോൾ അവൻ എന്തൊരു സയറ് അങ്ങനെ ചോദിച്ചപ്പം റോക്സാഡോ പറയാണ്, എടാ യവൻ ഭയങ്കര അലമ്പാണ്, യവനെ നമ്മൾ പുറത്താക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു, യവൻ ഭയങ്കര അലമ്പാ, യവൻ ഭയങ്കര എപ്പോഴും കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തായാലും ഒരാൾക്ക് ഒരു വരും, വിഷമം വരും. ഓക്കെ, കാരണം ഇത്രയും ഞാനും ഈ ഗിൽഡ് ഇപ്പോൾ 6 ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ വേണ്ട 6 കണ്ടല്ലോ, 6 ലെവലാണ്. കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ, LV6. ഓക്കെ, ലെവൽ. അപ്പം എന്താണെന്ന് ഇപ്പോഴും 6 ആയിട്ട് നിൽക്കുന്നത്. ഞാൻ എടുത്തപ്പോഴെല്ലാം 6 ആയിരുന്നു. കാരണം ഗൈസ്, നമ്മൾ ഇവിടെ എൻ്റെ കൂട്ടുകാരനാണ്. ഓക്കെ, എത്ര 10ാം ക്ലാസ്സിലോ +1 എന്തോ ആണ്. ഓക്കെ, ആശാൻ +2 അതെ. അപ്പോൾ ഞാൻ നമ്മൾ രണ്ടുപേരാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഈ അക്കൗണ്ടിലും അവൻ്റെ മെയിൻ അക്കൗണ്ടിലും നമ്മൾ രണ്ടുപേരാണ്. നമ്മൾ രണ്ടുപേരും കാരണം ടീം ബ്രദേഴ്സ് ഇപ്പോഴും 6 ആയിട്ട് നിൽക്കണം, മനസ്സിലായോ? ഗിൽഡ് നമ്മൾ രണ്ടുപേരും കാരണം 6 ആയിട്ട് നിൽക്കണം. കാരണം ഞാൻ ഈ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി. ഞാൻ വൈറ്റ് ബിയർ കുറേ നാൾ മുമ്പ് ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ വൈറ്റ് ബിയർ ഇറങ്ങി അന്ന് തൊട്ട് ഇത് 6 തന്നെയാണ്. ഓക്കെ, അന്ന് തൊട്ട് ഇന്ന് വരെ 6 ആണ്. മനസ്സിലായോ? അന്ന് തൊട്ട് ഇന്ന് വരെ മനസ്സിലായോ? അന്ന് തൊട്ട് ഇന്ന് വരെ അതിപ്പോഴും 6 ആണ്. കാരണം അറിയാമല്ലോ ഗൈസ്, മറ്റേ നമ്മളെ യവനില്ല, എന്താ പേരെന്തായിരുന്നു, യവന് മറ്റേ കൂടെ ഉള്ളായിരുന്നു. നമ്മളിപ്പോൾ ഗിൽഡിൽ ഇറങ്ങി. ഒരു ന്യൂബന്മാരെ ഗിൽഡിലൊന്നും എല്ലാവർക്കും ഒരു ഫ്രണ്ട് ഉണ്ടാവും. പക്ഷേ എനിക്കിപ്പോൾ ഫ്രണ്ട് ഉണ്ട്. എവിടെ? എൻ്റെ അക്കൗണ്ടിൽ ഫ്രണ്ട് അല്ല, ബട്ട് ഇതിനകത്ത് അവൻ്റെ അടുത്ത് ഞാൻ ഒരു വർഷം മിണ്ടത്തില്ലായിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പം നമ്മൾ മിണ്ടുകയും ചെയ്യും. നമ്മളാണെങ്കിലോ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഡൈനാമിക്കുമാണ്. കണ്ടല്ലോ, സൈറോ കോഡ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കൂട്ടുകാരന്മാർക്കാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ആർക്കും നമ്മൾ മിണ്ടാതായിട്ട് ഇപ്പം നമ്മൾ ഒരിക്കലും സാധിക്കത്തില്ല. കാരണം നമ്മൾ മിണ്ടും. പക്ഷേ റോക്സാഡോ അവൻ വല്ലാത്തൊരു ക്യാരക്ടറാണ്. അതായത് അവൻ നല്ലവനും കാര്യം തന്നെയാണ്. എനിക്ക് കുറ്റം പറയാനും ഞാൻ പറ്റത്തില്ല. ഓക്കെ, കുറ്റവും ഞാൻ പറയുന്നില്ല. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ അവൻ പാവക്കാണ്. അവൻ ചിലപ്പം എന്ന് വെച്ചാൽ ഒരാളില്ലാത്തപ്പോൾ അവരെ കുറിച്ച് കുറ്റം പറയാം. ഇതായിരിക്കും അവൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മളോട് ഇങ്ങനെ നടക്കുമെങ്കിലും അവരുള്ളിൽ വേറൊരു ഇതായിരിക്കും, മനസ്സിലായി? എന്ന് വെച്ചാൽ വേറൊരു ചിന്ത ഉണ്ടാവും. അവൻ ഇങ്ങനെയാണോ, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. ബട്ട് നമുക്കത് അറിയത്തില്ല. നമ്മളതിന് മനസ്സിൽ റീഡ് ചെയ്യാനുള്ള നമുക്കൊന്നും കഴിവില്ല. ഓക്കെ, പക്ഷേ അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് തന്നെ അവൻ പോയി പറഞ്ഞു, അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ബട്ട് ഗൈസ്, എല്ലാവരും ആദ്യം ഒരേപോലെ കാണാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, റോക്സാഡോ ഈ വീഡിയോ കാണാൻ തുടങ്ങി ഇപ്പം പറയാം. റോക്സാഡോ എൻ്റെ പൊന്നാരം കൂട്ടുകാരാ, നീ എല്ലാവരും ഒന്നായിട്ട് കാണാൻ പഠിക്കണം. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് ഒന്നാണ്. അതിപ്പോൾ നിനക്കിപ്പോൾ നീ ഇപ്പം കണ്ണൻ്റെ അടുത്തായാലും
ഇപ്പം പെയിൻ എടുത്തായാലും ആരായാലും അവന് നമ്മൾക്ക് കുറെ കൂട്ടുകാരന്മാരുണ്ട്. ഇപ്പൊ പാർട്ടക്സ് കിട്ടി, പിന്നെ വേടൻ, അവൻ അങ്ങനെ കളിക്കാറില്ല. ഓക്കെ. അപ്പോ അപ്പോ യവൻ എല്ലാരും ഒരേപോലെ കാണാൻ പഠിച്ചിട്ടില്ല ഇതുവരെ. കാരണം അവന്റെ അമ്മയച്ഛനും പറഞ്ഞോണ്ട് തോന്നത്തില്ല, എനിക്കറിയത്തില്ല. വൈ നോട്ട്, പോട്ടെ, അതവിടെ നമുക്ക് വിടാം. ബട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്ന പ്രതീക്ഷയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ നൻപനെ പോലെ ഞാൻ കൊണ്ട് നടന്നേ, മനസ്സിലായോ? ഗിൽഡ് വാർ കളിക്കപ്പ ഒറ്റ കളിയിലേ എനിക്കാണെങ്കിൽ യവന് വേണ്ടി ഞാൻ എൻ്റെ മറ്റേ ഫേസ് റിവീൽ വീഡിയോ അല്ലേ കാണിച്ചു കളിച്ചു. ആണ്ടാ ഗൈസ്, അവിടെ എൻ്റെ ഫേസ് റിവീൽ അവിടെ ഇവിടെ എന്തൊരു തേങ്ങ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാണ്, നിങ്ങൾ ഇത് കണ്ടോ? ഈ കണ്ണിന്റെ അവിടെ താഴെ കണ്ടോ? അയ്യോ എടാ, എൻ്റെ കണ്ണിന്റെ താഴെ കണ്ടോ നിങ്ങള്? കണ്ടോ? കണ്ണിന്റെ താഴെ കണ്ടോ? അത് കറുത്ത പോലെ ഇരിക്കുന്നുണ്ടോ? അത് അത് നമ്മൾ ഫ്രീ ഫയർ കൂടുതൽ കളിക്കുമ്പോൾ അങ്ങനെ വരും. അതിപ്പം എവൻ്റെ കൂടെ ആയിരിക്കും ഞാൻ കൂടുതൽ ടൈം കളിക്കണം. അപ്പം എവന് വേണ്ടി എവന് വേണ്ടി ഞാൻ പറയൂല, എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇപ്പം ആർക്ക് വേണ്ടി, നമ്മളെ ഗിൽഡിലും എനിക്കും വേണ്ടിയാണ് ഞാൻ കളിച്ചത്. ബട്ട് അവൻ്റെ ഗിൽഡാണ്. ഓക്കെ, അവന് വേണമെങ്കിൽ ഒറ്റയ്ക്കും പുഷ് ചെയ്യാം. കാരണം അവനെ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ഓക്കെ ഗൈസ്, എൻ്റെ ഈ ഗിൽഡ് അന്ന് 2 ആയിരുന്നു. ഓക്കെ, നമ്മൾ ഈ ഗിൽഡിൽ ആകെ പാതിമേടെ ബംഗാളീസാണ്. ഈ പുഷ് എന്ന് പറഞ്ഞാൽ ഞാൻ, പിന്നെ സുബിൻ, പിന്നെ പാനോ ജോൺ, സയർ ഞാൻ തന്നെയാണ്, ഓറൻ. ഓക്കെ, ചിയാറൊക്കെ ഉണ്ട്, ചെയ്യാറുണ്ട്. പിന്നെ ക്യാപ്റ്റർക്ക് കളിക്കാറില്ല ഇപ്പം എക്സാമൊക്കെ ആയിട്ട്. പിന്നെ വൈറ്റ് ബേർഡ്. നമ്മളൊക്കെയാണ് ഇത് ഗ്ലോറി പുഷ് ചെയ്ത് 3 ആവേണ്ടത് നേരെ ഒറ്റയടിക്ക് 4 ആയിരുന്നു. മനസ്സിലായോ? 2 ആണ് ശരിക്കും പറഞ്ഞാൽ. ഇത് 2 ആയിരുന്നു, ശരിക്കും പറഞ്ഞാൽ 3 ആണ് ആവേണ്ടത്. നമ്മൾ കളിച്ച് കുറച്ചും കൂടെ ഗ്ലോറി കൂടിയിട്ട് അത് ശരിക്കും പറഞ്ഞാൽ 4 ആയിരുന്നു. മനസ്സിലായോ? ഒറ്റയടിക്ക് തന്നെ 4 കയറി. അപ്പോൾ നമ്മൾ വെറും എത്രയാ, 1 2 3 4 5 പേര് കാരണം നമ്മൾ അത്ര എടുത്തു. പക്ഷേ ഈ TM പ്രദേശിൽ എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ 32 ആൾക്കാരുണ്ട്. 31 എവ ഒഴിച്ച്, എന്നുവെച്ചാൽ എവൻ പുഷ് ചെയ്യും, എന്നാലും എവൻ ഗിൽഡർ ലീഡർ അല്ലേ, എവ ഒഴിച്ച് 31 ആൾക്കാരുണ്ട്. മനസ്സിലായോ? 31 ആൾക്കാർ. ഈ 31 പ്ലേയേഴ്സ് ഉണ്ടായിട്ടും അവനെ ഈ ഗിൽഡ് 7 ആക്കാൻ വയ്യ. എങ്ങനെ? അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇവൻ എന്ത് കണ്ടല്ലോ, ഇവൻ എന്തുവാണ്. ഈ 2 ഗ്രാൻഡ് മാസ്റ്റർ എലൈറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ബട്ട് എലൈറ്റും കാര്യം തന്നെ അടിച്ചിട്ട് കാര്യം, മനസ്സിലായോ? കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം, നമ്മളെല്ലാവരും ഒന്നുപോലെ കാണുന്നത്. കാരണം എനിക്ക് അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പം ആരെങ്കിലും, ഇപ്പം എൻ്റെ കൂട്ടുകാരന്മാർ ആരെങ്കിലും കുറിച്ച് കുറ്റം പറഞ്ഞാൽ ഞാൻ പറയാം അങ്ങനെ പറയല്. കാരണം എല്ലാവരും നമ്മൾ ഒന്നായിട്ടവിടെ കാണണം, മനസ്സിലായോ? ബട്ട് ചിലവര് നമ്മളങ്ങോട്ട് നല്ലവരായിട്ടാണ് കാണണം, പക്ഷെ അവന്മാർ നമ്മളങ്ങനെ ഒരു കാണണം. ഓക്കെ, ശിവ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ എവൻ്റെ നന്മനെ പോലെ കൊണ്ട് നടന്നേ, നിങ്ങൾക്ക് അറിയാത്തോണ്ട. ഓക്കെ, നിങ്ങളെൻ്റെ ഞാൻ അപ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ, കാരണം ആ സമയത്ത് ഞാൻ അത്രയും വീഡിയോ ചെയ്തില്ലായിരുന്നു. പക്ഷെ അപ്പം നിങ്ങൾ കാണാത്തോണ്ടാ ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ എവന് വേണ്ടി ഞാൻ കുറേ ടൈം ഗിൽഡ് ബാർ തുടങ്ങിയ ഗൈസ്. ഗിൽഡ് ബാർ 7 മണിക്കായിട്ട് കറക്റ്റ് 7 മണിക്ക് ഗിൽഡ് ബാർ തുടങ്ങും. ഗിൽഡ് ബാർ 7 മണിക്ക് തുടങ്ങിയാൽ 7 മണിക്ക് തുടങ്ങിയാൽ
ഞാൻ 10 മണി അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എപ്പോഴാണോ വരണമെന്ന് വെച്ചാൽ ഇപ്പം 10 മണിക്ക് വന്നാൽ 10 മണി വരെ, 9:30 വന്നാൽ 9:30 വരെ. എൻ്റെ ഉമ്മ എപ്പോൾ വരുന്നു അത്രയും നേരം ഞാൻ കളിക്കും, ഇല്ലയോ? അത്രയും നേരം എന്ന് പറഞ്ഞാൽ അത്രയും നേരം. ഓക്കെ, ഈ ഗിൽഡിൽ പോയി ഞാൻ അങ്ങനെ നിന്നിട്ടില്ല. പക്ഷെ അവൻ്റെ ഗിൽഡിൽ ഞാൻ നിന്നിട്ടുണ്ട്. ഒരാൾക്ക് മാക്സിമം ഒരു ഇതുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ റോക്സാഡോ നിങ്ങൾക്ക് അറിയായിരിക്കും. റോക്സാഡോനെ പറ്റി ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരുപാട് എനിക്ക് ഡിലീറ്റ് അറിയാത്തോണ്ടല്ല, ഇട്ട സാധനം ഞാൻ ഡിലീറ്റ് ചെയ്ത് എനിക്ക് ഇതില്ല. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അവിടെ ഡിലീറ്റ് ഒന്നും ചെയ്യത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനൊന്നുമില്ല. ബട്ട് അവൻ എൻ്റെ അടുത്ത് കാണിച്ച് ഇത് വെച്ചിട്ട് വേറെ ആൾക്കാരെല്ലാം ചെയ്യുന്നതിന്. ബട്ട് വൈ നോട്ട്, ഞാൻ ചെയ്യത്തില്ല. പക്ഷേ അവൻ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ അതിത്തിരി എന്തായാലും വിഷമം വരും. കാരണം എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ നൻപനെ പോലെയാണ് കൊണ്ടു നടന്നത്. നിങ്ങൾ എത്ര ഇപ്പം തന്നെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇപ്പം എൻ്റെ വേടൻ യവൻ വിളിച്ചിട്ട് പോലും യവൻ്റെ അടുത്ത് ഞാൻ പറയും, എടാ നീ ഒറ്റ കളിച്ചോടാ, ഞാൻ ഗിൽഡ്മാർ പുഷ് ചെയ്യും, അറിയാവോ? അപ്പൊ യവ ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? യവ ഇങ്ങനെയാണ് പറയണത്, അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ തന്നെ പറ, എന്താ ചെയ്യണ്ടേ? കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടെ കൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് ഒരാൾ ചതിക്കണം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവത്തിനല്ല. ഓക്കെ, ഇതിപ്പോ എല്ലാവർക്കും അറിയാം. ഇപ്പൊ നിങ്ങൾക്കായാലും ഇപ്പം വേണമെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പം അഥവാ എനിക്ക് എൻ്റെ ഇപ്പം ബെസ്റ്റ് ഫ്രണ്ട്സ് കാണിച്ചുതരാം. പിന്നെ യവൻ ഈ 3 പേരും എല്ലാവരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഈ 3 പേരാണ് മെയിനായിട്ട്. അപ്പോൾ ഈ റോക്സാഡായിരുന്നു ആദ്യം ഫസ്റ്റ്. അപ്പം റോക്സാഡോ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചാൽ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത് ഓക്കെ, ഒരു കാര്യം പറ, എല്ലാവരെയും ഒന്നായിട്ട് കാണാൻ പഠിക്കും. ഓക്കെ, എനിക്ക് അത്ര പറയുള്ളൂ. കാരണം എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല, ഒന്നും പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം പറയാം, എല്ലാവരും ഒന്നായിട്ട് കാണാൻ പഠിക്കും. ഓക്കെ, കാരണം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. ബട്ട് എല്ലാവരും ഒരു കാര്യം പറയാം, നിങ്ങൾ ഇപ്പം എന്താ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളിപ്പം ഒരുത്തനോട് നടക്കാണ്. അപ്പം അവൻ മൈക്ക് ഓഫ് ആക്കി, എന്നിട്ട് അവൻ ഇപ്പം നിങ്ങളിങ്ങനെ പറയരുത്, എടാ ഒരു പൊട്ടൻ തന്നെ, അവനെ കളിക്കാതെ കൊള്ളത്തില്ല, അവനെ എടുത്ത് ഗിൽഡിൽ നിന്ന് കിക്ക് ചെയ്യണം, അവൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയണം. അതിപ്പോൾ അവൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും, പറയത്തില്ല, പക്ഷെ അവൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും, അവൻ്റെ മനസ്സിലെ തോന്നുന്നത് അങ്ങനെ ആയിരിക്കും. ഓക്കെ, അവൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും തോന്നുന്നത്. പക്ഷേ റോക്സാഡോ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ ഇത്തിരി വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ വിശ്വസിച്ചേ പറ്റൂ, കാരണം അതാണ് സത്യം. ഓക്കെ, എവനായിട്ട് സ്പോൺസറായിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, ബട്ട് എവൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ച എന്താ ഞാൻ പറയണ്ടേ എന്നുവെച്ചാൽ ഒരാൾ നമ്മൾ അങ്ങോട്ട് കാണിക്കില്ല, ഇങ്ങോട്ട് കാണിക്കണേ, ഇല്ലയോ? അങ്ങോട്ട് അടുത്തടുത്ത് നല്ലത് കാണിക്കുമ്പോ അപ്പൊ അവ ഇങ്ങോട്ട് എന്തിനാണ് കാണിക്കണം? ചോദിക്കുക അയാള് ഇപ്പൊ ഒരുത്തിന്റെ അടുത്ത് നമ്മൾ നന്മനെ പോലെ കൊണ്ടു കിടക്കാം. അപ്പൊ അവൻ ഇങ്ങോട്ടടുത്ത് കാണിച്ചാ എന്തായാലും ഇപ്പൊ ആരും ഒന്നും പറയാതെ വന്നിരിക്കത്തില്ല, എന്തായാലും എന്തെങ്കിലുമൊക്കെ പറയും. ഓക്കെ, ഇപ്പൊ പറയാ, എല്ലാരും ഒന്നായിട്ട് കാണാൻ പഠിക്കാം. ഓക്കെ, കാരണം ഇപ്പൊ അവൻ ഇങ്ങനെ എൻ്റെ അടുത്ത് കാണിച്ചാലും ഒരുത്തനും എൻ്റെ വീഡിയോ കാണുന്നവരുടെ അടുത്ത് ഇപ്പം പറയാ,
എൻ്റെ അടുത്ത് അവൻ കാണിച്ചോളൂ, നിങ്ങൾ ആരും കാണിക്കില്ല. ഓക്കെ, അതങ്ങനെ ചെയ്യാൻ കൊള്ളത്തില്ല, കാരണം അത് അഡിക്റ്റ് ചെയ്ത, കാരണം അങ്ങനെ ചെയ്യണം ഗൈസ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം അതെടുത്തേ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ. നാളെ വീഡിയോ ആയിട്ട് കാണാം. ബൈ സി. നാളെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.